പഠിക്കാനും ജോലി നേടാനും മാത്രമായിരുന്നു 20 വർഷം മുമ്പ് സൽഹ ബീഗം എന്ന പാലക്കാടുകാരി പെൺകുട്ടി ആഗ്രഹിച്ചത്. ഒരു വക്കീലാകാനായിരുന്നു ആഗ്രഹം. ആ സ്വപ്നങ്ങളുമായി പഠിക്കാൻ തുടങ്ങിയ സൽഹയ്ക്ക് പക്ഷേ വിധിച്ചത് 17-ാം വയസ്സിലെ വിവാഹ ജീവിതമായിരുന്നു. ഗൾഫുകാരനായ പയ്യനെക്കുറിച്ച് മാത്രം അന്വേഷിച്ച് വീട്ടുകാരെക്കുറിച്ച് ഒന്നും ആലോചിക്കാതെ വിവാഹാലോചന വന്ന് 20-ാം ദിവസം കല്യാണവും. 2-ാം മാസം ഭർത്താവ് ഗൾഫിലേക്കും തിരിച്ചുപോയി. ഭർത്തൃവീട്ടിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം അപ്പുറത്തായിരുന്നു സ്വന്തം വീട്. എന്നിട്ടും അവിടേക്കൊന്ന് പോകാൻ പോലും സൽഹയ്ക്ക് അനുവാദമുണ്ടായിരുന്നില്ല. അങ്ങനെ 1 വർഷത്തോളം ഭർത്തൃവീട്ടിൽ കഴിഞ്ഞു. ഭർത്താവ് അവധിക്ക് വന്നപ്പോൾ സൽഹ തീർത്തു പറഞ്ഞു, ഒന്നുകിൽ എന്നെ ഒപ്പം കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇവിടെ ബിസിനസ് തുടങ്ങാം. രണ്ടിനും ഭർത്താവിൻ്റെ കയ്യിൽ നിവർത്തിയില്ല എന്ന് ഞെട്ടലോടെയാണ് സൽഹ തിരിച്ചറിഞ്ഞത്. അങ്ങനെ വീട്ടുകാർ തന്ന സ്വർണം മുഴുവൻ വിറ്റ് ബിസിനസ് തുടങ്ങി. അതിനിടെ ആദ്യത്തെ കുഞ്ഞും ജനിച്ചു. സൽഹയുടെയും ഭർത്താവിൻ്റെയും സാമ്പത്തിക ബുദ്ധിമുട്ടറിഞ്ഞ് സൽഹയുടെ കുടുംബം തന്നെയാണ് പ്രസവ ശുശ്രൂഷകൾ ഏറ്റെടുത്തത്. തിരിച്ച് ഭർത്തൃവീട്ടിലെത്തിയപ്പോൾ വീട്ടുജോലിയും കുഞ്ഞിനെയും ഒക്കെയായി സൽഹ ഏറെ കഷ്ടപ്പെട്ടു. പിന്നാലെ 2ാമത്തെ കുഞ്ഞിൻ്റെ ജനനവും. അതിനിടെയാണ് വീണ്ടും പഠനമോഹം തുടങ്ങിയത്. ഭർത്തൃവീട്ടിലെ പണികളെല്ലാം തീർത്ത് മക്കളെ സ്വന്തം വീട്ടിലേൽപ്പിച്ച് +2 സയൻസ് പഠിച്ചു. 63% മാർക്കോടെ പാസ്സാവുകയും ചെയ്തു. അതിനിടെയാണ് തനിക്ക് താങ്ങായി നിന്ന ഉപ്പയുടെ മരണമെത്തിയത്. എല്ലാ കഷ്ടപ്പാടിലും മകൾക്ക് താങ്ങായി നിന്ന ഉപ്പയുടെ വിയോഗം സൽഹയെ ഏറെ തളർത്തി. വീട്ടിലും ബിസിനസ്സിലുമെല്ലാം വലിയ പ്രശ്നങ്ങൾ നേരിട്ട കാലം കൂടിയായിരുന്നു അത്. സാമ്പത്തിക ഇടപാടിൽ ഭർത്താവിന് സംഭവിച്ച പിഴവിലൂടെ കുറേ കാശ് നഷ്ടപ്പെട്ടു. വലിയൊരു തുക ലോണായി. അതിനിടെയാണ് സൽഹ ആരംഭിച്ച ബ്ലോഗിംഗ് ക്ലിക്കാകുന്നത്. അതിനിടെ വീണ്ടും പഠിക്കാനും ആരംഭിച്ചു. എന്നാൽ ഞെട്ടലോടെയാണ് സൽഹ തിരഞ്ഞെടുത്ത കോഴ്സിന് അഫിലിയേഷൻ ഇല്ല എന്ന സത്യം തിരിച്ചറിഞ്ഞത്. വീണ്ടും പഠിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഭർത്തൃവീട്ടുകാർ തടയുകയായിരുന്നു. അപ്പോഴേക്കും യൂട്യൂബിൽ നിന്നും വരുമാനം ലഭിച്ചു തുടങ്ങിയിരുന്നു. ഇത് നിലയ്ക്കുമോ എന്ന ഭയമായിരുന്നു അതിനു പിന്നിൽ. ഇതിനിടെ 3 മക്കൾ കൂടി ജനിച്ചു. എങ്കിലും സൽഹ ആഗ്രഹിച്ചതുപോലെ തന്നെ LLB പഠനം പുനരാരംഭിക്കുകയും ചെയ്തു. അതിനിടെ യൂട്യൂബ് വീഡിയോകളും. ഇതുകണ്ട് പേളിമാണി വരെ ആരാധികയായി മാറിയ സൽഹയുടെ ദാമ്പത്യം ഇപ്പോൾ തകർന്നിരിക്കുകയാണെന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. സൽഹയും 5 മക്കളും ഒരുമിച്ചാണ് ഇപ്പോൾ കഴിയുന്നത്. ഏറെ വേദനയോടെ ഭർത്താവിനൊപ്പം കഴിഞ്ഞിരുന്ന വീട്ടിൽ നിന്നും പടിയിറങ്ങി. 10-15 വർഷമായി ദാമ്പത്യ പ്രശ്നങ്ങളിലായിരുന്നു. അങ്ങേയറ്റം പിടിച്ചു നിൽക്കുവാൻ ശ്രമിച്ചെങ്കിലും എല്ലാം കൈവിട്ടു പോകുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് സൽഹ എത്തിയത്. എന്തുകൊണ്ട് വേർപിരിഞ്ഞു, ആരാണ് തെറ്റുകാർ, അങ്ങനെ കുറേ ചോദ്യങ്ങൾ കുറച്ചു കാലമായി സൽഹയോട് ആരാധകർ ചോദിച്ചിരുന്നു. എന്നാൽ അതിനൊന്നും മറുപടി പറയാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതൊഴിവാക്കാനായിരുന്നു ശ്രമം. അതേക്കുറിച്ച് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നിന്നും പണം ഉണ്ടാക്കാനും താല്പര്യമുണ്ടായിരുന്നില്ല സൽഹയ്ക്ക്. എന്നാൽ നിരന്തരം ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതിനാൽ ദാമ്പത്യബന്ധം അകൽച്ചയിലാണെന്ന് പറയേണ്ടി വരികയായിരുന്നു സൽഹയ്ക്ക്. എല്ലാം മനസ്സിലൊതുക്കി മുന്നോട്ടു പോകാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഈ 37-കാരി. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.